ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആത്മഹത്യ ചെയ്ത നവീൻ ബാബു ധരിച്ചിരുന്ന വസ്ത്രത്തിൽ രക്തക്കറയുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ കാരണം എന്തെന്ന് വ്യക്തമാക്കുന്നില്ല. പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും ഒക്കെ വീട്ടുകാർ വരുന്നതിന് മുൻപ് തന്നെ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരുപക്ഷെ വിയോജിപ്പ് പോലും അവഗണിച്ചാണ് പൂർത്തിയാക്കിയത് എന്നതും ഓർക്കേണ്ടതാണ്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും CBI അന്വേഷിക്കണമെന്നുമുള്ള കുടുംബത്തിന്റെ ആവശ്യം കോടതിയിൽ സർക്കാർ സർവ്വശക്തിയും എടുത്ത് എതിർക്കുകയും ചെയ്യുന്നു. പക്ഷേ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമുണ്ട് എന്നത്. സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു, കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ തത്സമയം. ശ്രീ BN ഹസ്കർ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ഹസ്കർ, അങ്ങേക്ക് കേൾക്കാമോ? ശരി. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതാ നോക്കിപ്പോ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ വസ്ത്രത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ കാരണം എന്താണെന്ന് സൂചിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്ന്. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത ആൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ സ്വാഭാവികമായും രക്തമോ മറ്റു വിസർജ്യങ്ങളോ അതിന്റെ ഭാഗമോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ആശങ്കയായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവർക്ക് ഈ ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം തുടർച്ചയായുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, CBI അന്വേഷിക്കണം എന്നവർ ആവശ്യപ്പെടുമ്പോൾ മുൻപ് പല അന്വേഷണങ്ങളിലും കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഇരകളുടെ മാത്രം താല്പര്യം മുന്നോട്ട് വെച്ച് അതിന് വില നൽകിക്കൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാർ CBI അന്വേഷണം ആവശ്യമില്ല, പോലീസ് അന്വേഷണം കാര്യക്ഷമമാണ് എന്ന നിലപാട് ശക്തിയുക്തം കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. AD നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിക്കാൻ, മറച്ചുവെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മധു, ഇതില് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് കാര്യക്ഷമവും പ്രത്യക്ഷവുമായിട്ടുള്ള ഒരു സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നു എന്നുള്ളതാണ്. കണ്ണൂർ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള അന്വേഷണം മികവുറ്റതും സ്തുത്യർഹവുമാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. ഒരുപക്ഷെ വിക്ടിമിന്റെ കുടുംബങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ പോലീസിന്റെ അന്വേഷണത്തെ സംശയത്തോടെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരം സംശയങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ മനോധർമ്മം, അല്ലെങ്കിൽ പൊതുബോധം അങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാം കണ്ടുവരുന്നത്. ഇവിടെ കൃത്യവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. മറ്റ് ഇതര വാക്കുകളും മറ്റിതര വാർത്തകളും ഒക്കെ പറയുന്നത് ശരിയല്ല. ഒന്ന്, ഇൻക്വസ്റ്റിനെ സംബന്ധിച്ചാണ് പ്രാഥമികമായി വന്നിട്ടുള്ള ഒരു വലിയ പരാതിയായിട്ടുള്ളത്. ഇൻക്വസ്റ്റ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംഭവം നടന്നു കഴിഞ്ഞു 4 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണം എന്നുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശമാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും. 5ഓളം സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് പോലീസ് നടത്തിയിട്ടുള്ളത്. ആ ഇൻക്വസ്റ്റ് മുഴുവൻ സമയവും പോലീസ് വീഡിയോഗ്രാഫി ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ബന്ധുക്കൾ 11 മണിക്കൂർ കഴിഞ്ഞെത്തുന്നതുവരെ ആ മൃതദേഹം അങ്ങനെ തൂങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകരുത് എന്നുള്ളത് മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, റവന്യൂവിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഇത്തരം ഇൻക്വസ്റ്റുകളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടാവുന്ന പരിചയമുള്ള വ്യക്തി കൂടിയാവാം. അപ്പോൾ സ്വാഭാവികമായി അത്തരത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, റവന്യൂവിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളുടെ ആത്മഹത്യയെ തുടർന്ന് ആ ഇൻക്വസ്റ്റ് അങ്ങനെ വൈകിപ്പിച്ചാൽ അതുതന്നെ അപവാദത്തിന് കാരണമാകും എന്നുള്ളതുകൊണ്ടും 4 മണിക്കൂറിനുള്ളിൽ നിയമപരമായി ഇൻക്വസ്റ്റ് നടത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുള്ളത് കൊണ്ടുമാണ് ആ ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തെ കുറിച്ചാണ് മറ്റൊരു സംശയം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ നിന്നും രക്തക്കറ പുരണ്ടതായി കണ്ടിരുന്നു എന്ന് ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കെമിക്കൽ എക്സാമിനേഷൻ അടക്കം അയക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫോറൻസിക് ലാബിൽ നിന്നും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെടുത്തിട്ടുള്ള മുഴുവൻ വസ്ത്രങ്ങളും പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നതിന് വേണ്ടി കോടതിയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏതൊരു ആത്മഹത്യയും കൊലപാതകവുമാണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് പോലീസ് നടപടി. ഇവിടെ ഒക്ടോബർ 15-ന് രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കുന്നത്. ശരി, ആളുകൾ എത്തുന്നതിന് മുൻപ് അത് പൂർത്തിയാക്കേണ്ടതിന്റെ നിയമപരമായ ബാധ്യതയുണ്ട് എന്നിരിക്കട്ടെ, അത് കുടുംബത്തെ അറിയിക്കണ്ടേ?
ഇത് 11:50 കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ കുടുംബം അങ്ങോട്ട് ഈ പോകുന്ന വഴിക്ക് കണ്ണൂരിലേക്ക് പുറപ്പെട്ട് പോകുന്ന വഴിക്ക് വിളിക്കുമ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം കുടുംബം അറിയുന്നത്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്നൊരാവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് കളക്ടറോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന വളരെ പ്രാഥമികമായ ഒരു അഭിപ്രായമാണ് അവർക്ക് ലഭിച്ചത്. കളക്ടറെ വിളിക്കുമ്പോഴത്തേക്കും പോസ്റ്റ്മോർട്ടവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇത് നോക്കൂ, ബന്ധുക്കളുടെ എല്ലാ താല്പര്യങ്ങളെയും ബന്ധുക്കളുടെ സകലവിധമായ അറിവുകളെയും അവരുടെ ആ കാര്യത്തിലേക്കുള്ള അവർക്ക് പ്രാപ്യമാകുന്ന എല്ലാ അധികാരങ്ങളെയും ലംഘിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരം നടപടികൾ? എന്തിനാണ് ഈ തിടുക്കം? മാധു, നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം സ്റ്റേറ്റിനെതിരെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പാഠം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വവും സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പോസ്റ്റ്മോർട്ടത്തെ സംബന്ധിച്ച് താൻ ആഗ്രഹിക്കുന്നിടത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതിനേക്കാൾ പ്രധാനം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ആ ഉദ്യോഗസ്ഥൻ ഡോക്ടർ പ്രജിത്ത് ആണ് അവിടുത്തെ HOD ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ പ്രജിത്ത് ഫോറൻസിക് സയൻസിൽ കേട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ആ കോളേജിന്റെ പേര് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നല്ലേ? അപ്പൊ പിന്നെന്താ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട സാഹചര്യം? പരിയാരത്താണല്ലോ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോ ആ കോളേജിൽ അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ആവശ്യപ്പെടാൻ കാരണം, DCPയോട് ആവശ്യപ്പെടാൻ കാരണം എന്താണ്? അവിടെയാണ് ആരോപണ വിധേയായ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയാണ് എന്ന് പ്രാഥമികമായി തോന്നുന്ന PP ദിവ്യയുടെ ഭർത്താവും ഈ പറഞ്ഞ പ്രശാന്തനും ജോലി ചെയ്തത്. അപ്പോൾ അവനവൻ ഇഷ്ടമുള്ള സ്ഥലം എന്നുള്ളതല്ല അവിടുത്തെ പരിഗണന എന്ന് പറയുന്നത്. അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിരകൾക്ക് തോന്നുന്ന ഇടമാണ്. അല്ല, നിങ്ങൾ മാധു, ഇതിൽ കാണേണ്ടത് ഡോക്ടർ പ്രജിത്ത് എന്ന് പറയുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. അദ്ദേഹം പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു ഫോറൻസിക് വിദഗ്ധനായിട്ടാണ് കേരളത്തിൽ ആകമാനം അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയാണ് ഇവിടെ കാര്യത്തിൽ സംശയിക്കപ്പെടുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധന്റെ മുന്നിൽ ഫോറൻസിക് ടേബിളിന് മുമ്പിൽ എത്തപ്പെടുന്ന ഒരു കടാവറിനോട് കാണിക്കാൻ കഴിയുന്ന എല്ലാ പരിഗണനയും ഇക്കാര്യത്തിൽ ഡോക്ടർ ഈ നാട്ടിൽ പോസ്റ്റ്മോർട്ടം വളരെ കുപ്രസിദ്ധമായ കേസുകളിൽ ഇതേപോലെ വളരെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വലിയ പേരുള്ള ഡോക്ടർമാർ നടത്തിയ പല പോസ്റ്റ്മോർട്ടങ്ങളും വീണ്ടും 5, 6, 10, 15 ദിവസം കഴിഞ്ഞിട്ട് റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഒന്നും കഴിവിന്റെ പ്രശ്നം കൊണ്ടായിരുന്നില്ല, അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവിന്റെ പേരിലായിരുന്നു. അങ്ങനെയല്ല. ഇതില് പ്രാഥമികമായി ഫോറൻസിക് സയൻസിനെ കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പലരും ഇത്തരം അപവാദങ്ങളുടെയും കെട്ടുകഥകളെയും ഊഹാഭവങ്ങളുടെ പിന്നാലെ പോകുന്നത്. ഒരു ഹാങ്ങിങ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ പ്രത്യക്ഷമായി 2 കാരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് അത് ഹാങ്ങിങ് ഡെത്താണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതിൽ ഒന്നാമതായി സ്ട്രാങ്കുലേഷൻ ഈ ലിഗേച്ചർ മാർക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും പരമപ്രധാനമാണ്. കഴുത്തിന് ചുറ്റും ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉപയോഗിച്ച് തൂങ്ങിച്ചാകുന്നതിനു വേണ്ടി ഉപയോഗിച്ച കയറോ തുണിയോ മറ്റെന്തെങ്കിലും അതുപയോഗിച്ച് വരുന്ന ലിഗേച്ചർ മാർക്ക് ഉണ്ടാവും. ആ ലിഗേച്ചർ മാർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് അത് ഹോമിസൈഡ് ആണോ സൂയിസൈഡ് ആണോ എന്ന് വളരെ ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ. ശ്രീ BN ഹസ്കർ, ഞാൻ ചോദിക്കുന്നത്, ഒരാൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടയാൾ, നമ്മുടെ കക്ഷി, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന് ഒരു വോയിസും ഇല്ല എന്നുള്ളതാണോ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ പ്രൊഫഷണൽ സ്കിൽ, സ്റ്റേറ്റിനെതിരായ ക്രൈം എന്നുള്ളത് കൊണ്ട് പോലീസിന്റെ ഉത്തരവാദിത്വം, ഇതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വോയിസും ഇല്ല എന്നുള്ളതാണോ? അങ്ങനെയല്ല. കുടുംബങ്ങൾക്ക് സ്വാഭാവികമായും വിക്ടിമിന്റെ കുടുംബത്തിന് അവർ ആഗ്രഹിക്കുന്നതും അവരുടെ സംശയങ്ങളും ദൂരീകരിക്കുന്നതിന്റെ ബാധ്യത സംസ്ഥാനത്തിന് പോലീസിനുണ്ട്, ഒരു സംശയക്കാര്യത്തിലില്ല.
അതിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഫോറൻസിക് സയൻസിൽ ഡോക്ടർ പ്രജിത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ ഏതെങ്കിലും അപാകതയുണ്ട് എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ തോന്നുന്ന തരത്തിൽ ഒരു അപാകതയും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എപ്പോഴും ഈ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ആളുടെ മൃതശരീരത്തിൽ നിന്ന് കാണാൻ കഴിയുക. ഒന്നാമത്തതാണ് ലിഗേച്ചർ മർഗ്, രണ്ടാമത്തത് പെറ്റഗേൽ ഹെമറേജ് എന്ന് പറയും, രോമകൂപാംഗങ്ങളിൽ നിന്ന് ചോര പൊടിയുന്ന സാഹചര്യം, മൂന്നാമത്തേത് എന്ന് പറയുന്നത് സൈനോസിസ് എന്ന് പറയും, നഖങ്ങളും വിരൽത്തുമ്പുകളും ഒക്കെ നീല നിറത്തിലാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നീടാണ് സെർവിക്കൽ ഞാൻ നോക്കൂ, ആ പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ സാങ്കേതിക പിഴവിനെ കുറിച്ചോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറച്ചുവെച്ച കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായ പ്രശ്നം. ഞാൻ ചോദിച്ചത് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി, അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലായ്മ പോലും കണക്കിലെടുക്കാതെ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ആരോപണം, അതിനൊരു ന്യായയുക്തമായ മറുപടി വേണ്ടതില്ലേ? ഇനി പോകട്ടെ, അങ്ങനെ കുടുംബത്തിന്റെ അറിവില്ലാതെയാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയത് എങ്കിൽ അവിടെ ഒരു സ്വാഭാവിക നീതി നിഷേധവുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? അല്ല, അതിൽ ഈ സ്വാഭാവികമായിട്ട് മറ്റൊരു സാഹചര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരാളിപ്പോൾ വീട്ടിനുള്ളിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയും അയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ വാസ് ബ്രോഡ് ഡെഡ് ആണ്. അയാൾക്ക് ഒരുപക്ഷെ രോഗങ്ങൾ ഉണ്ടാവാം, കാർഡിയാക് ഇഷ്യൂ പോലുള്ള ഏതെങ്കിലും ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് അദ്ദേഹം മരുന്ന് മേടിക്കുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ ബ്രോഡ് ഡെഡ് എന്ന സാഹചര്യം ഉണ്ടായാൽ ഇനി വീട്ടുകാർ പറയാണ് ഞങ്ങൾക്കാർക്കും പരാതിയില്ല എന്ന് പറഞ്ഞാൽ പോലും പോലീസിനും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോസ്റ്റ്മോർട്ടം നടത്തിയേ മതിയോ. സംസ്ഥാനത്തിന്റെ താല്പര്യമാണ്, എതിർ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തേണ്ട എന്ന് ബന്ധുക്കൾക്ക് പറയാൻ അവകാശമില്ല. പക്ഷെ ഞങ്ങൾക്ക് സംശയമുള്ള ഈ കേസിൽ ഞങ്ങൾക്ക് പ്രാഥമികമായി മരണത്തിന് കാരണമായി എന്ന് വിചാരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടവരും ആളുകളും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് അവർ പറയുമ്പോൾ അത് കഴിയില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അങ്ങൊന്ന് വഴങ്ങണേ, ഞാൻ മറ്റുള്ളവരിലേക്ക് പോയതിനു ശേഷം തിരികെ വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇതാ നോക്കൂ, ഇപ്പോൾ ഒരു മരണം നടന്ന് 5 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് പോലീസ് മേധാവിയുടെ സർക്കുലർ ഉണ്ട് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ പറയുന്നത്. മരണം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ ദിവസങ്ങൾ തന്നെ കഴിഞ്ഞോ നമ്മൾ ബോഡി കണ്ടെത്താറുണ്ട്. അപ്പോഴെന്ത് ചെയ്യും? ഈ സർക്കുലർ എപ്പോഴും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഒന്ന്. പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് 2. ഇനി ഈ അന്വേഷണം ഇത്രയും കാര്യങ്ങൾ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ പോയതുകൊണ്ടായിരിക്കുമല്ലോ അന്വേഷണം സ്വാഭാവികമായും നീതി ലഭ്യമാക്കുന്നതായിരിക്കില്ല എന്ന ബോധ്യത്തിൽ അവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഒപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന സർക്കാർ ആ CBI അന്വേഷണത്തെ എതിർക്കുകയാണ്. മുൻപ് സോളാർ കേസിൽ, മുൻപ് പലതരം രാഷ്ട്രീയ കേസുകളിൽ ഒക്കെ, ഈ ഏറ്റവും ഒടുവിൽ പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഇരകളുടെ ഭാഗത്ത് നിന്നോ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ ഒക്കെ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ സർക്കാർ അത് അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് സർക്കാർ അത് ശക്തിയുക്തം എതിർക്കേണ്ടി വരുന്നത്? ശ്രീമതി മാധു, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ചെങ്കൊടി പിടിച്ച ഒരു മനുഷ്യൻ ചെമ്പട്ട് പുതപ്പിച്ചത് ആരാണ്? CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ ഉന്നതയായ നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ദിവ്യയുടെ വെറുത്ത വാക്കുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ആത്മഹത്യക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിന്ന് രക്തക്കറ വന്നിരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ എൻക്വയറിക്കകത്ത് പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ അതിന് പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് ദുരൂഹതയുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ഈ വാർത്ത വന്നതിന് ശേഷം ഏകദേശം മിനിറ്റുകൾക്കകം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. അവിടെ പോലീസ് കാണിച്ച പ്രത്യേക തരത്തിലുള്ള വ്യഗ്രതയും പ്രത്യേക തരത്തിലുള്ള പോലീസിൻ്റെതായ രൂപത്തിലുള്ള നിലപാടുകളും വലിയ രൂപത്തിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നേരിട്ട് പോയ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കാണുമ്പോൾ വളരെ കൃത്യമായി പോലീസ് ഇത് ആരും കാണാതെ ആരും അറിയാതെ ഇത് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു ആത്മഹത്യ കുറിപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ, മാത്രം കുടുംബവും വിശ്വസിക്കുന്നു. പക്ഷേ ആത്മഹത്യാ കുറിപ്പ് അവിടെ നിന്ന് പോലീസ് എടുത്തു മാറ്റിയതാണോ എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും അതോടൊപ്പം നിങ്ങളിവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ബോഡിയുടെ ഇൻക്വസ്റ്റ് നടത്തുന്ന സംബന്ധിച്ചോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സംബന്ധിച്ചോ ബന്ധുക്കളിൽ നിന്ന് കൃത്യമായ അവർ സമ്മതം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബന്ധുക്കളുടെ കൺസെൻറ്റോടുകൂടിയല്ല ഈ തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. അതാണ് അവർക്ക് ആശങ്ക.
ആ ആശങ്കയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും നീതി ലഭിക്കില്ല, യഥാർത്ഥത്തിൽ ഇത് നടന്ന കാര്യം എന്താണ് എന്ന് അറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറ്റൊരു ഏജൻസിയിലേക്ക് പോകുന്നത്. അവരൊക്കെ തന്നെ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഈ സർക്കാരിലും പോലീസിലും അവർക്ക് വിശ്വാസമില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്, അവരുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ മറ്റൊരു ഏജൻസിയിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ദുരൂഹമാണ്. അദ്ദേഹത്തെ അന്ന് രാത്രി ഈ പറയുന്ന മുനീശ്വരൻ കോവിലിന്റെ അടുത്ത് ഡ്രൈവർ ഇറക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെ ക്വാർട്ടേഴ്സിൽ എത്തിയിരിക്കുന്നു, അത് എങ്ങനെയാണ് പോയത്, അദ്ദേഹം ഈ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ എവിടുന്ന് വാങ്ങി എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസ് പുറത്തുവിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ക്യാമറ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ക്യാമറയുണ്ട്. എന്തേ പോലീസിന്റെ ക്യാമറയിൽ അദ്ദേഹത്തിന്റെ യാത്രയും അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ലേ? അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ? എത്ര വേഗം നമുക്കറിയാം, വളപട്ടണത്ത് ഒരു ക്രൈം, ഒരു പിന്നെ കവർച്ച നടന്നപ്പോൾ എത്ര വേഗം കൊണ്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ റെയിൽവേ സ്റ്റേഷന്റെ പരികിൽ നിന്ന് അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരാതെ എന്താണ്? അതാണ് വസ്തുത. അതോടൊപ്പം ശ്രീമതി മാധു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് ഇവർ പറയുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോഴും CPM-ന്റെ നിയന്ത്രണത്തിലാണ്. CPM-ന്റെ ക്രിമിനലുകളാണ് അതിനകത്ത് ഭൂരിഭാഗം ആളുകളും, അവിടെ ജോലി ചെയ്യുന്ന ആളുകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള, സർക്കാരിന്റെ പേര് ഉപയോഗിച്ച് പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അവിടെ ദിവ്യയുടെ ഭർത്താവും ഈ പറയുന്ന പ്രശാന്തനും, ഈ ഗൂഢാലോചനയിൽ പ്രതിയായി നിൽക്കുന്ന പ്രശാന്തനും അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് സംശയത്തിന് ബലം നൽകുന്നത്. അതുകൊണ്ടാണ് അവിടെ പോസ്റ്റ്മോർട്ടം ഹരീഷും മലയാളപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എല്ലാവരും ഒരു മിനിറ്റ് മാധു ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് അത് അവർ കുടുംബം പറഞ്ഞു അവിടെ വേണ്ട, എന്തേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ല? അതിന് സാഹചര്യം അവർ അവിടെ നിന്ന് പത്തനംതിട്ട വരും, അവർക്ക് അവരുടെ മരണപ്പെട്ട ആളുകൾ എന്ത് സംഭവിച്ചു എന്ന് കാണാൻ അവരുമായി ബന്ധപ്പെട്ട ബ്ലഡ് റിലേഷനിൽ ഒരാൾക്ക് അതിന് അവകാശമില്ലേ? അവിടെ കലക്ടർ എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ അതിങ്ങനെ പറഞ്ഞ പോലെ കലക്ടർ ഇതിനകത്ത് വളരെ കൃത്യമായ റോളുണ്ട്. കലക്ടറുടെ വ്യഗ്രതയാണ്, കലക്ടറുടെ താല്പര്യമാണ്. ഇതെങ്ങനെയെങ്കിലും തീർക്കണം. കലക്ടറും അതോടൊപ്പം തന്നെ CPM-ഉം ഇതിന്റെ പേരിൽ ഇപ്പൊ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് കലക്ടർ കളക്ടർ അന്ന് ഈ പറയുന്ന മൃതദേഹ പരിശോധനയുമായി ബന്ധപ്പെട്ട പരാതിയുമായി ഈ മനുഷ്യനെ ആക്ഷേപിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ അതേ കളക്ടർ അല്ല ഈ ദിവ്യ എന്ന് പറയുന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കാതെ യോഗത്തിൽ കയറിപ്പോയി തന്റെ സഹപ്രവർത്തനെ അപമാനിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ഇളിച്ചുകൊണ്ടിരിക്കുന്ന കലക്ടർ, ചിരിക്കുന്ന കലക്ടർ, അയാളുടെ മുഖഭാവം കണ്ടിട്ടില്ലേ? അയാളുടെ സമ്മതത്തോടു കൂടി പറയുന്ന പോലെയല്ലേ എവിടെ കണ്ടത്? കലക്ടർ തടഞ്ഞോ? കലക്ടർ പ്രതികരിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ആ കലക്ടറെ എങ്ങനെയാ കുടുംബം വിശ്വസിക്കുക? ആ കലക്ടറെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുന്ന സമയത്ത് കുടുംബത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. അഡ്വക്കേറ്റ് അനിൽ പി നായരുടെ പ്രതികരണം. ശ്രീ റിജിൽ മാക്കുറ്റി, ഞാൻ വരാം. അഡ്വക്കേറ്റ് അനിൽ പി നായരുടെ പ്രതികരണം. പോസ്റ്റ്മോർട്ടം എടുത്ത ശേഷമാണ് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഔദ്യോഗിക ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ ഞങ്ങളത് ബോഡി മാറ്റിയെന്ന് പറഞ്ഞു. അത് പരിഹാരത്തേക്കാണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങൾ കളക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞത് എന്താ, അത് വേറെ പേഴ്സണൽ അഷുറൻസ് ആണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നല്ലേ പറഞ്ഞത്. വേണമെങ്കിൽ ഒരു ഫർദർ സൂക്ഷിക്കാവുന്ന ചില കാര്യങ്ങളുടെ വിസറ, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സാമ്പിൾസ് ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യും. ഇതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞ് അവിടെ നടത്തരുതെന്ന്. ശ്രീ VP ശ്രീപത്മനാഭൻ, എന്താ നോക്കൂ, ബന്ധുക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത്, ബന്ധുക്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിനോട് കൂടെ നിൽക്കേണ്ടത് ആരാണ്? ഒപ്പമുണ്ട് എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ഒപ്പം നിൽക്കാനുള്ള ബാധ്യതയില്ലേ? അല്ല, ഇതിൽ ഞാനൊരു നിയമത്തിൽ കോടതികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചൊല്ലുണ്ട്. ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് മസ്റ്റ് ഓൾസോ ബി സീൻ ടു ബി ഡൺ. നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, നീതി നടപ്പിലാക്കുകയാണ് എന്ന് തോന്നുകയും കൂടി വേണം, കാണുകയും കൂടി വേണം. ഇത് കോടതികൾക്ക് മാത്രമല്ല, നീതി നിർവഹണം കോടതി മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ഇവിടുത്തെ പോലീസ് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അധികാരികൾ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ നീതി നിർവഹണം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടുന്നത് അവരുടെ അടുത്തു നിന്നാണല്ലോ, ഇല്ലെങ്കിലാണല്ലോ നമ്മൾ കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് കോടതിക്ക് മാത്രമല്ല ഇവർക്കും ബാധകമാണ്. ഇവിടെ ഫസ്റ്റത്ത് തന്നെയുള്ള പ്രശ്നം എന്താണ്? ആദ്യത്തെ പ്രശ്നം, ഒരു വിളിക്കാത്ത യോഗത്തിലേക്ക് CPM-ന്റെ ഒരു വലിയ നേതാവ് കടന്നു വന്ന് അവിടെ ആ യോഗത്തിൻ്റെ അധ്യക്ഷനെ
എന്താ പറയുക നോക്കുകുത്തിയായി ആക്കി നിർത്തിയിട്ട് അവിടെ അനാവശ്യം പറയുന്നു. അത് ഒരാളെ അപമാനിക്കുന്ന രീതിയിൽ പറയുന്നു. ആ കലക്ടർക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പും മാനവും ഉണ്ടായിരുന്നെങ്കിൽ യു പ്ലീസ് കീപ് ക്വയറ്റ്, ഇത് എൻ്റെ യോഗമാണ്, ഞാൻ വിളിച്ച യോഗമാണ്, നിങ്ങൾ ഇൻവൈറ്റഡ് അല്ല, ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയേണ്ടിയിരുന്നു. അയാൾക്കത് ഇല്ലാത്തത് കൊണ്ട് അത് നടന്നില്ല. അതിനുശേഷം ഇയാൾ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം മരണപ്പെട്ട സാഹചര്യത്തിൽ കണ്ടെത്തുന്നു. അങ്ങനത്തെ ഒരു സംശയകരമായ സാഹചര്യം മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയത്തെപ്പറ്റി തന്നെ തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസവും പരാതിയുമുണ്ട് വീട്ടുകാർക്ക്. അപ്പോൾ അവരൊരു മിനിമം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒരു മിനിമം ആവശ്യം, ഇവരുടെ പോസ്റ്റ്മോർട്ടം ഈ പരിഹാരത്ത് നടത്തരുത്. അതിന് 2 ജെന്യൂനായ റീസൺ ഉണ്ട്. 2 ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട 2 ആളുകൾക്ക് ആ സ്ഥാപനവുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണം. വേറെ അവരുടെ ആരുടെയും അധീനതയിലുള്ള സ്ഥാപനമല്ലല്ലോ. കോഴിക്കോട് മെഡിക്കൽ കോളേജല്ലേ, നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭ സ്ഥാപനമല്ലേ, അവിടെ നടത്തണം. എന്താണ് അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഏതാനും സമയം കുറച്ച് അധികം വേണ്ടി വരും. കാരണം ഇത് കോഴിക്കോട്ട് എത്തിക്കാൻ, പരിഹാരത്ത് എത്തിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സമയം വേണ്ടി വരും. തിരിച്ചു പോകാനും സമയം വേണ്ടി വരും. പക്ഷേ നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കോഴിക്കോട്ട് നിന്നാണ് കണ്ണൂരിനേക്കാൾ എളുപ്പം. അപ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള മര്യാദ കാണിച്ചില്ല. അവിടെ എന്ത് സംഭവിച്ചു? ഞാൻ ഈ പറഞ്ഞ കാര്യം സംഭവിച്ചു. നീതി നടപ്പിലാക്കുക ചെയ്യുമ്പോൾ നീതി നടപ്പിലാക്കുക എന്ന് തോന്നണം, അത് ചെയ്തില്ല. പിന്നെ അതിനുശേഷം പോലീസിൻ്റെ അതുപോലെ തന്നെ ഭരണാധികാരികളുടെ തുടക്കം മുതലെയുള്ള നടപടിക്രമങ്ങൾ വളരെ മന്ദഗതിയിലായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങളും ഞങ്ങൾ പ്രതിപക്ഷവും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു. ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കില്ലായിരുന്നു. പക്ഷേ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബഹുജനങ്ങളും മറ്റ് സംഘടനകളും ബഹളമുണ്ടാക്കിയപ്പോൾ പതുക്കെ നിവൃത്തിയില്ലാതെ ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് അതിൽ വാദം കേട്ട് അത് തള്ളി ഹൈക്കോടതിയിൽ പോകാൻ സമയം കൊടുക്കാത്ത ഭാഗ്യം. എന്നിട്ടാണ് അവരെ അതുതന്നെ അവർ കീഴടങ്ങിയതാണ്. അറസ്റ്റ് പിടിച്ചൊന്നല്ല, കീഴടങ്ങിയതാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഒരു മര്യാദ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബമല്ലേ, ഭരിക്കുന്ന പാർട്ടിയുടെ കുടുംബമല്ലേ, അവരുടെ ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ പോസ്റ്റ്മോർട്ടം പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്ടിലേക്ക് മാറ്റിയില്ല, ശരി, ഇത് ഒരു CBI അന്വേഷണം നടത്തിക്കോട്ടെ. എന്താ തെറ്റ്? ആരും ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആർക്കും പേടിക്കാനില്ലല്ലോ. ഇവിടെ CBIക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നവർ CBI നേരത്തെ പറഞ്ഞ കേസിൽ, നിരവധി രാഷ്ട്രീയക്കാർ പ്രതികളായ ഒരു കേസിൽ, ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ച കേസിൽ അന്വേഷിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് യാതൊരു കുറ്റകൃത്യവും നടന്നിട്ടില്ല എന്ന് ഇവിടെ കേരളത്തിൽ പറഞ്ഞ അധികം കൊല്ലമായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല, ഒന്നും പേടിക്കാനില്ല. എന്നാൽ ശരി, CBI അന്വേഷിച്ചോട്ടെ, എന്താ കുഴപ്പം? മാത്രമല്ല CBI സർക്കാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ, കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ CBI അന്വേഷണത്തിന് തയ്യാറാണെന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു, സാധാരണ അവരങ്ങനെ പറയാറില്ല, ഈ കേസിൽ അവർ അതും പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോ PP ദിവ്യ ജയിലിൽ നിന്ന് മോചിതയാകുന്ന ദിവസം സ്വീകരിക്കാൻ ചെല്ലുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം PP ദിവ്യയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അംഗമായി വീണ്ടും ഒരു സ്ഥാനലബ്ധി. സ്വാഭാവികമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒപ്പമുണ്ട് എന്ന വാക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് അവർക്കല്ലേ? ഇപ്പുറത്ത് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല, അധിക ലാഭവും ഉണ്ടാകുന്നു എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ, കൂടുതൽ പരിഗണന കിട്ടുന്നു എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് പ്രതിഫലിക്കും. പിന്നെ പോലീസിന്റെ സമീപനം എന്ന് പറയുന്നത്, നേരത്തെ VP ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എത്ര ദിവസം എടുത്തതിന് ശേഷമാണ് PP ദിവ്യ പാർട്ടി കുടുംബാംഗമാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ പാർട്ടിയെ വലിയ സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ പാടില്ല, കീഴടങ്ങണമെന്ന നിർദ്ദേശം ശക്തമായി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എങ്കിൽ അത് നടക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ പോലീസും ഈ പറയുന്ന പാർട്ടി സംവിധാനവും PP ദിവ്യ എല്ലാവരും ചേർന്ന് കൺമുന്നിൽ കെട്ടിയ ഒരു നാടകം കണ്ട ആളുകൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? മറ്റൊരു ഏജൻസി ഏറ്റവും ചുരുങ്ങിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഇവിടുത്തെ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഏജൻസി വേണമെന്നൊരു ആവശ്യം അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ലേ? അത് തീർച്ചയായിട്ടും. അതായത് നമ്മൾ നവീൻ ബാബുവിൻ്റെ കുടുംബം പാർട്ടി കുടുംബമാണ്, പാർട്ടി ഒപ്പമുണ്ട് എന്നൊക്കെ ഉള്ളതിന് നമ്മൾ ഒരുപാട് വെയിറ്റേജ് കൊടുക്കുകയാണ് അനാവശ്യമായിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ പാർട്ടിയിലൊരു ഹൈറാർക്കി ഉണ്ട്. നമ്മൾ പഴയ ഒരു ജാതി വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ തീവ്രമായ രൂക്ഷമായ ഒരു ജാതി വ്യവസ്ഥ ഈ പാർട്ടിയുടെ ഹൈറാർക്കിയിലുണ്ട്. അത് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ആലപ്പുഴ ഓമനക്കുട്ടൻ എന്നൊരാളെ കുറിച്ച് മാധ്യമങ്ങൾ
മോശമായിട്ട് പറഞ്ഞു എന്നെപ്പോഴും പാർട്ടി പറയാറുണ്ട്. പ്രളയത്തിൻ്റെ അവിടെ ഒക്കെ പ്രശ്നമുണ്ടായി. പക്ഷേ ഈ ഓമനക്കുട്ടനെ കേട്ട പാതി കേൾക്കാത്ത പാതി സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് പിന്നീട് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഓമനക്കുട്ടനോട് ചതിവ് ചെയ്ത് മാധ്യമങ്ങളാണോ പാർട്ടിയാണോ? ഇവിടെ പീതാംബരൻ എന്ന ഒരു കൊലക്കേസിലെ പ്രതി അവിടെ പെരിയ കൊലക്കേസിലാണെന്ന് തോന്നുന്നു. പീതാംബരനെതിരെ നടപടിയെടുത്തു. പക്ഷേ കുഞ്ഞനന്തനെതിരെ TP വധക്കേസിലെ കുഞ്ഞനന്തനെതിരെ കോടതി ശിക്ഷിച്ചിട്ട് പോലും നടപടിയെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ നിരവധി ഇത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൈറാർക്കി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുടുംബം എന്ന് പറഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് പാർട്ടി ഒപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പുറകിൽ നിന്നോ, അതിന് ഞങ്ങൾ അനുവദിക്കാം എന്ന് മാത്രമാണ്. അല്ലാതെ അവരുടെ ഒരാവശ്യങ്ങളിലും ഒപ്പം ഉണ്ട് എന്നല്ല ഈ പറയുന്നത്. ആ പശ്ചാത്തലത്തിലേ നമ്മൾ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്, ഒന്ന്, ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യ തന്നെയാണോ അതോ അതിലും അപ്പുറത്ത് കൊലപാതകമാണോ എന്നുള്ള സംശയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ വാർത്തയും കൂടി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് രക്തക്കറ അവിടെ വരിക? രക്തം പുരളുക, മുറിവില്ലാതെ രക്തം ഉണ്ടാവുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ വല്ല സമരത്തിന് പോയി ചിലർ രക്തം വാരി തേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വല്ലോ നവീൻ ബാബു ചെയ്തതാണോ അതോ ആർത്തവമാണോ? എന്താണ് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാധ്യത ഇവിടുത്തെ എക്സിക്യൂട്ടീവിനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വഹിച്ചിരുന്ന ഒരു പൊസിഷൻ, അവിടെ കുടുംബം ഇല്ലാതെ ഇരുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജില്ലാ ഭരണാധികാരികൾ, ഇവർക്കെല്ലാം ഇതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവരത് നിറവേറ്റുന്നില്ല. നമ്മൾ പോക്കറ്റടിയോ ഏതെങ്കിലും എക്സൈസ് കടത്തോ ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും ബസ്സിൽ നിന്ന് പിടിക്കുന്ന സംഘമോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്നത് ഈ സംഘാംഗങ്ങളെ പുറകെ നിർത്തിക്കൊണ്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നിന്നിട്ട് ജനങ്ങളോട് വിശദീകരിക്കും, കഥകളൊക്കെ പറയും, ഇങ്ങനെയാണ് സംഭവിച്ചത് ഒക്കെ വിശദീകരിക്കും. ഇതുപോലെ ഒരു വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ ഇത് കൊലപാതകമാണോ എന്നുള്ള സംശയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നിടത്ത് ഈ വിഷയങ്ങളൊന്നും ജനങ്ങളോടോ ആ കുടുംബത്തോട് പോലുമോ വിശദീകരിക്കാൻ ഈ നമ്മുടെ നീതി നിർവഹണം നടത്തുന്ന ഒരാളും തയ്യാറായിട്ടില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തയ്യാറായിട്ടില്ല, ബ്യൂറോക്രസിയും തയ്യാറായിട്ടില്ല. ഇദ്ദേഹം വീട് പൂട്ടി യാത്ര പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയയാൾ, മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഇറങ്ങിയ ആൾ, ഇദ്ദേഹം മടങ്ങി വന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ വീട്ടിലേക്ക് വന്നത്? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കയർ വാങ്ങിയത് അവിടെ ഇരുന്ന കയറാണോ, നേരത്തെ ഉള്ള കയർ വാങ്ങിയതാണോ? ആ വീട്ടിൽ ലൈറ്റൊന്നും ഇട്ടില്ലേ? ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ ജനങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ മുന്നിലുണ്ട്. ഇതിനൊന്നും മറുപടി പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ രക്തക്കറയുടെ കാര്യവും കൂടി കേൾക്കുന്നത്. അവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് ഈ കുടുംബത്തെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്ന് ഫോൺ ചെയ്ത് പറയാമല്ലോ. ഇവരൊരു സമയത്തിൻ്റെ ദൈർഘ്യം പറയുകയാണെങ്കിൽ അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ, ഇങ്ങനെ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന് സംസാരിക്കാമല്ലോ. അതിനു മുമ്പ് ഇവർ നടപടികൾ മുഴുവൻ എടുക്കുകയാണ്. ഇത് സംശയം തോന്നുന്നത് എവിടെയാണെന്നറിയാമോ? ഇദ്ദേഹം സജീവമായി ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നതാണ്. ഈ സംഘടനാ പ്രതിനിധികളെ ആരെയും നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണ് മാധു? ഇത്ര ദിവസമായിട്ട് ഇങ്ങനെയാണോ ഇവിടുത്തെ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഈ സംഘടനയുടെ ഒരു പ്രതിനിധിയും നവീൻ ബാബുവിന് വേണ്ടി സംസാരിക്കാൻ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ആണല്ലോ സംസാരിക്കുന്നത്. എന്താണ് അവർക്ക് ശബ്ദം ഇറങ്ങിപ്പോയോ, നാവ് ഇറങ്ങിപ്പോയോ? ഈ മനുഷ്യൻ അവിടെ വെച്ച് അവഹേളിക്കപ്പെടുന്നു. ഇദ്ദേഹത്തെ യാത്ര അയച്ച് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണ്. ഇദ്ദേഹത്തെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ, ഇങ്ങനെ അവഹേളിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും നമ്മൾ റിട്ടയർ ചെയ്യുന്നവരെയൊക്കെ എങ്ങനെയാണ് സാധാരണ ഓഫീസിൽ നിന്ന് യാത്ര അയക്കുന്നതെന്ന് നമുക്കറിയാം. ഒരാളാ കൂടെ പോകാൻ തയ്യാറാകാത്തതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഇതിനു മുമ്പ് തന്നെ എടുത്തിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംരക്ഷക വേഷം കെട്ടി കുടുംബത്തോട് സംസാരിച്ച കളക്ടർ പ്രതിഭാഗത്തിൻ്റെ സാക്ഷിയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഈ സംഘടനയ്ക്ക് നാവുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൻ്റെ വികാരം മനസ്സിലാക്കി ഗവൺമെൻറ് പെരുമാറുമായിരുന്നെങ്കിൽ അദ്ദേഹം അതേ സ്ഥാനത്ത് ഇപ്പോഴും തുടരുമോ?
അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന് ഇവർക്ക് എന്താണ് ഉറപ്പ്? മാത്രമല്ല ഈ പറയുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം ആകെ ഇപ്പോഴും അതേ സ്ഥാനത്ത് നവീൻ തുടരുന്നത് ബാബുവിനെതിരായ ഒരു ഇതിന്റെ പരാമർശം എന്ന് ഭാഗമായി പറയുന്നത് ശ്രീ ജോസഫ് സി മാത്യു നമുക്ക് പറയാമല്ലോ, ഇത് കളക്ടറുടെ വാക്കാലുള്ള ഒരു പരാമർശമാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന്, എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നവീൻ ബാബു ഇല്ല, പറഞ്ഞു എന്ന് കളക്ടർ പറയുന്നു. ആ ഒരൊറ്റ പരാമർശം മാത്രമാണ് അവിടെ അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന കളക്ടർ. അതെ, മാധു, അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് വന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ എന്ത് തെറ്റ് എന്ന് ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. ഇദ്ദേഹം ഈ പറയുന്നത് മുഴുവൻ കളവാണ്. ഇദ്ദേഹം ദിവ്യയെ ക്ഷണിച്ചു വരുത്തിയതാണ്. ഇവിടെ മീറ്റിംഗ് തുടങ്ങി എന്നുള്ള വിവരം ദിവ്യയ്ക്ക് അങ്ങോട്ട് ഇന്റിമേറ്റ് ചെയ്തയാളാണ്. ഇദ്ദേഹം അതിലെ കൂട്ടുപ്രതിയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ ബി എൻ ഹസ്കർ, ഇതിൽ CBI അന്വേഷണം വേണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുമ്പോൾ സർക്കാർ അതിനെ എതിർക്കുന്നു. കാര്യക്ഷമമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. ഈ കാര്യക്ഷമമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സർക്കാർ പറയുന്നത് പോലീസിനെ മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, കുടുംബത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ് ഈ കുടുംബം പാർട്ടി കുടുംബമാണ്, ഞങ്ങളുടെ വലിയ നഷ്ടമാണ്, ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്? മാത്രമല്ല CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് CBIയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിയോജിപ്പുകളാണ്. നോക്കി, ഇതിൽ രാഷ്ട്രീയ വിയോജിപ്പിന് അല്ലെങ്കിൽ രാഷ്ട്രീയമായി CPMനെ പ്രതി സ്ഥാനത്ത് നിർത്തേണ്ട ഒന്നുമില്ല എന്നുള്ളതാണല്ലോ CPM തന്നെ പറയുന്നത്. പിന്നെ എന്തിന് CBI അവിശ്വസിക്കണം? ശ്രീ നവീൻ ബാബുവിന്റെ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ ഏതായാലും അതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് CPMന്റെ കൂടി ആവശ്യമാണ്. CPM സഹയാത്രികനും CPMനൊപ്പം നിൽക്കുകയും ദീർഘകാലമായി CPM കുടുംബവുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ നവീൻ ബാബു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അദ്ദേഹം നാളിതുവരെ നിസ്തൂലമായ പൊതുജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതിനെക്കുറിച്ചും ആർക്കും മറ്റൊരഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദുരൂഹത അടിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തെ CPMനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം ഉയരുന്നത്. മരണം റിപ്പോർട്ട് ചെയ്ത നിമിഷം മുതൽ 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടത്തണമെന്നുള്ള നിയമപരമായ ബാധ്യത സംസ്ഥാന പോലീസ് നിർവഹിച്ചു. അങ്ങനെ തന്നെ നിർത്തേണ്ടി വരുന്ന സാഹചര്യം സമയാസമയങ്ങളിൽ മറ്റു പലതരം കാഴ്ചപ്പാടുകളാണെന്നേ. ഇപ്പൊ നോക്കി, ഏറ്റവും അവസാനം നമുക്കറിയാം, ആലപ്പുഴയിൽ ദൗർഭാഗ്യകരമായി 5 കുഞ്ഞുങ്ങൾ, പിന്നീട് ഒരാൾ കൂടി മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം? രാത്രി അപകടം നടന്ന് പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. 4 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ചോ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടവും ഒക്കെ? ഇല്ലല്ലോ. ഈ നമുക്ക് ഓർമ്മയുണ്ടാവും, ഇടുക്കിയിൽ ഒരു കസ്റ്റഡി മരണം രാജ്കുമാറിന്റെ ഇഞ്ചിഞ്ചായി കൊന്നതാണ്. ഇഞ്ചിഞ്ചായി ഈ പറയുന്ന ഈ സംവിധാനം കൊന്നതാണ്. റീപോസ്റ്റ്മോർട്ടം നടത്തിയില്ലേ? പ്രൊഫഷണൽ സ്കില്ലൊന്നും ആരും എടുത്തു പറഞ്ഞില്ലല്ലോ ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയവരുടേത്. അപ്പൊ ഇതിലൊക്കെ വീഴ്ചകൾ വരും. ഇതിലൊക്കെ പലപ്പോഴും വീഴ്ചകൾ വന്നിട്ടുണ്ട്. ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അല്ല മധു, ഇതിൽ പരമപ്രധാനമായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായി ചില ആളുകൾക്ക് ഈ ഒരു തൂങ്ങി മരണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മരണകാരണം എന്ന് പറയുന്നത് ആസ്ഫിക്സിയ എന്ന് പറയുന്നതാണ്. അതായത് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മരണമാണ്. അപ്പോൾ ആ മരണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഫോറൻസിക് സയൻസ് വിദഗ്ധനല്ലെങ്കിലും 3 കാരണങ്ങൾ ഏതൊരു സാധാരണ ഞാൻ അതിലാണ് വരുന്നത്. അതിൽ മറ്റൊരു സംശയത്തിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിനുള്ളിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സംശയവും അതൊരു ദുരാരോപണമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പെറ്റക്കൽ ഹെമറേജ്, അതായത് രോമകൂപങ്ങളിൽ നിന്ന് ചോര പൊടിയുന്ന അവസ്ഥ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം അടിവസ്ത്രങ്ങളിൽ രക്തക്കറ പുരണ്ടതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യം കൂടി നാം പരിശോധിക്കണമെന്നേ. ഇതിലിപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് വെച്ചിട്ട് ഇനി ലഭിക്കാനുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനോടൊപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത ഘട്ടത്തിൽ എടുത്തിട്ടുള്ള രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള ഫോറൻസിക് ലാബിനെയും സംശയിക്കുന്ന തരത്തിലേക്ക് ആരെങ്കിലും പരാതി പറഞ്ഞാൽ
അതും കേരളത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ വ്യത്യസ്തമായി പറയേണ്ടി വരും. ഇതൊക്കെ ഞാൻ വ്യക്തിപരമായി പറയാമെന്നല്ലോ ശ്രീ ബി എൻ ഹസ്കർ നോക്കി ഈ പറയുന്ന നവീൻ രക്തം ബാബുവിന്റെ കുടുംബം അവിടെ അടിവസ്ത്രത്തിൽ ഉണ്ടായിട്ടുള്ള വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നൊന്നുമല്ലോ. അത് ശരീരത്തിൽ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന രക്തമല്ലേ അടിവസ്ത്രത്തിൽ പടരുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കണ്ടേ? അങ്ങനല്ല, പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ അത് വരില്ല. വസ്ത്രങ്ങൾ ഇൻക്വസ്റ്റ് കഴിയുമ്പോൾ വസ്ത്രം അത് സീൽ ചെയ്ത് അതാണ് ഞാൻ ചോദിച്ചത്. ഈ രക്തം അവിടെ പുരണ്ടിട്ടുണ്ട് എങ്കിൽ ആ രക്തം വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നതല്ലോ, ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഈ രക്തം ഉണ്ടാകുമല്ലോ. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേണ്ടേ? അങ്ങനല്ല, ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാകും. പിന്നെ മറ്റ് പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് എം ടി ആയിരിക്കും, അതുപോലെ യൂറിനറി ബ്ലാഡർ എം ടി ആയിരിക്കും. ഈ സാഹചര്യങ്ങളാണ് ഇത് ഒരു തൂങ്ങി മരണമാണ് എന്ന നിഗമനത്തിലേക്ക് എപ്പോഴും ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധൻ എത്തുക. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇതൊരു തൂങ്ങി മരണമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വരില്ല. അത് കേരളത്തിലെ ഏത് പ്രഗത്ഭരായിട്ടുള്ള ഫോറൻസിക് വിദഗ്ധരെയും പരിശോധിപ്പിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും. ഈ ചർച്ചയിൽ ഒരു ഫോറൻസിക് വിദഗ്ധന്റെ കൂടി സേവനം മറുപടി പറയാൻ കഴിയും. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്ന വാക്കായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാകുന്നു എന്നിടത്താണ് ഈ ആളുകൾക്ക് സംശയം, ഇവരുടെ ബന്ധുക്കൾക്ക് സംശയമുള്ളത്. ഇതിലൊരു സംശയവുമില്ല. മനോവിഷമത്താൽ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്ന് FIR പറയുന്നു. ഇൻക്വസ്റ്റിലൊരു രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊന്നും പറയുന്നില്ല എന്നുള്ളിടത്ത് ഇതിൽ സംശയകരമായ ഒന്നും അവശേഷിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ കൊലപാതകം എന്ന കാര്യം ആവർത്തിച്ച് പറയാത്തതിന്റെ കാര്യം, കൊലപാതകം എന്നത് തെളിയിക്കപ്പെടാതെ പോയാൽ ആത്മഹത്യാ പ്രേരണ എന്ന കാര്യം അതിനുള്ള ശിക്ഷ പോലും കിട്ടാതെ, അല്ലെങ്കിൽ ആ കാര്യം പോലും കൃത്യമായി പരിഗണിക്കാതെ ഈ കേസ് അവസാനിപ്പിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. ശ്രീ ബി എൻ ഹസ്കർ, ശ്രീ റിജിൽ മാക്കുറ്റി, ഈ പറയുന്ന സംഭവങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം കേരളം എത്രത്തോളം ഗൗരവതരമായി ചർച്ച ചെയ്തൊരു വിഷയമാണ്, എത്രത്തോളം വൈകാരികമായി ചേർന്നു നിന്ന ഒരു വിഷയമാണ് എന്നുള്ളതൊക്കെ. ഒരുപക്ഷെ അത് നോക്കൂ, പാർട്ടി കുടുംബം, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് അങ്ങനെ എന്ന് സാധാരണഗതിയിൽ പറയുന്നതിനപ്പുറത്തേക്ക് പ്രതിരോധിക്കേണ്ടി വന്ന ഒരു വിഷയം കൂടിയാണ് ഇത്. എന്നിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം അത് കൃത്യമാണ്, വ്യക്തമാണ്, സുതാര്യമാണ്, കാര്യക്ഷമമാണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിശേഷണങ്ങൾ. എത്ര ദിവസം കാത്തിരുന്നു പി ദിവ്യയുടെ അറസ്റ്റിന് വേണ്ടി? എത്ര ദിവസം നിങ്ങൾ സമരങ്ങൾ നടത്തി? എത്ര ദിവസം പോലീസ് ലാത്തി ചാർജ് ഉണ്ടായി? കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നിടത്താണോ ഇതൊക്കെ സാധ്യമായതെന്ന്? ശ്രീമതി മാധു, യഥാർത്ഥ പോലീസ് തുടക്കം മുതൽ ഇത് അട്ടിമറിക്കുന്നതിന് ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ അന്ന് ദിവ്യക്കെതിരായി എന്നോടാണ് ചോദ്യം, ദിവ്യക്കെതിരായി ആത്മഹത്യാ പ്രകടന കുറ്റം ചുമത്തിയതിനു ശേഷവും ദിവ്യ ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെയും ACPയുടെയും ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസ്. അവരെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ, അവരെ വിളിച്ചില്ലല്ലോ. പിന്നെ അവർക്ക് കോടതിയിലേക്ക് പോകാൻ, ജാമ്യത്തിന് പോകാൻ അവസരം ഒരുക്കി. അവസാനം കോടതിയിൽ നിന്ന് ജാമ്യഹർജി തള്ളിയപ്പോഴാണ് അറസ്റ്റ് നാടകം നടത്തിയത്. അവരെ കൊണ്ടുവന്ന രംഗമൊക്കെ നമുക്കറിയാം. കണ്ണൂരിലെ ACP എങ്ങനെയാണ് അവരെ കൊണ്ടുവന്നത് എന്നല്ല അറിയാം. അപ്പോൾ പോലീസിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. മാത്രമല്ല, മാധ്യമങ്ങളിൽ നിന്ന് കാണിക്കാതെ സിറ്റി പോലീസ് കമ്മീഷണർ, ഇപ്പോൾ കലക്ടർ ഒരു ഭാഗത്ത് കൂട്ടുനിൽക്കുന്നു, സിറ്റി പോലീസ് കമ്മീഷണർ പത്രക്കാരെ നിങ്ങളെ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ മുമ്പിലൂടെ ഹാജരാക്കും, എല്ലാം അറിയിക്കും. എന്നിട്ട് എങ്ങനെയാണ് കൊണ്ടുപോയത്? അപ്പോൾ പോലീസിന് അതിനകത്ത് കൃത്യമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എവിടെ നിന്നാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും AKG സെന്ററിൽ നിന്നുമാണ് ഈ വ്യാജ കത്തും അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ആ വ്യാജ കത്തുണ്ടാക്കിയതും വ്യാജ ഒപ്പുണ്ടാക്കിയ പ്രശാന്തനെ ഇതിനകത്ത് പ്രതിയാക്കിയിട്ടില്ല. മാത്രമല്ല, ഇത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇത് വാദം കേൾക്കുമ്പോൾ അവിടെ ഈ പറയുന്ന നവീൻ ബാബുവിന് വേണ്ടി അഭിഭാഷകൻ പറഞ്ഞു, കലക്ടറുടെയും പ്രശാന്തിൻ്റെയും ഫോൺ രേഖകൾ പരിശോധിക്കണം. എന്താ പ്രോസിക്യൂഷൻ പറഞ്ഞതെന്നറിയോ? അവർ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അത് പരിശോധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ കലക്ടർക്ക് ഇതിനകത്തുള്ള പങ്ക്, കലക്ടർ ആ സമയത്ത് ദിവ്യയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഈ യോഗത്തിലേക്ക്? ഇപ്പൊ പറഞ്ഞ ശ്രീ ജോസഫ് മാത്യു പറഞ്ഞതുപോലെ ഈ ദിവ്യയെ ആ യോഗത്തിലേക്ക് വിളിച്ച് ആ സമയത്ത് കലക്ടറുടെ ഫോണ് ദിവ്യയുടെ ഫോണിലേക്ക് പോയിട്ടുണ്ടോ? പരിശോധിക്കണ്ടേ? കലക്ടർ അറിഞ്ഞുകൊണ്ടാണോ ദിവ്യ വന്നത്? ഈ പ്രശാന്തന്റെ ഫോണ്, ഈ പ്രശാന്തൻ ഇത്തരത്തിൽ ആരോപണം, പണം കൊടുത്തു, കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞു. ആ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് പ്രശാന്തിനെതിരായി ഏത് കേസാണ് ചുമത്തിയത്? പണം കൊടുക്കുന്നതും വാങ്ങുന്നതും കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്ന തെറ്റല്ലേ? കേസെടുത്തോ? പ്രശാന്തനെ ചോദ്യം ചെയ്ത് വിട്ടുകളഞ്ഞില്ലേ? ആദ്യം ഒപ്പ് എന്റേതാണ്, മാധ്യമങ്ങൾക്ക് മുഖം തരാതെ പ്രശാന്തൻ പിന്നെ എന്റെ ഒപ്പാന്ന് പറഞ്ഞ് തന്റെ ഇടത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഫേസ് ചെയ്തില്ലേ? ആ കരുത്ത് എവിടുന്ന് കിട്ടിയതാ? പാർട്ടിയുടെ പിന്തുണ.
രണ്ടൊപ്പുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പല ഒപ്പുണ്ട്, പല ഒപ്പുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ? പറഞ്ഞില്ലേ? മാത്രമല്ല ഇവിടെ ഗോവിന്ദൻ മാഷ് അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു, പിന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു നിങ്ങളോടൊപ്പം ഉണ്ട് പാർട്ടി. അപ്പൊ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയും പോലെ ഗോവിന്ദന്റെ ഭാര്യ പോയത് എവിടെയാ? ദിവ്യയെ ജയിലിൽ കാണാനാണ്. ദിവ്യയായാലും ശ്യാമളിയാലൊക്കെ ആളെ കൊല്ലാൻ ഇതുപോലെയുള്ള പല ഏർപ്പാടുകൾ ഏതാണ്? അല്ല, അത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തരുത്, എനിക്ക് ഉത്തരവാദിത്വമില്ല. എന്തുകൊണ്ടാ പറയുന്നത് അറിയോ? വ്യക്തിപരമല്ല, സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആത്മഹത്യ, അതിന്റെ പിറകിൽ നിന്നവരാരാ? ശ്യാമളയല്ലേ? അത് വ്യക്തിപരാണോ? അതെവിടെ എത്തി? അപ്പൊ അതേപോലെ ഒരാൾ കൊലക്ക് കൊടുക്കാൻ തന്റെ അധികാര ദുർവിനിയോഗം നടത്തി ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ശ്യാമള ടീച്ചർ, ആ ടീച്ചർ ദിവ്യയെ കാണാൻ പോയിട്ടുണ്ട് ജയിലിൽ അല്ലേ? പോയിട്ടില്ലേ? പാർട്ടിയുടെ സംവിധാനമില്ലാണ്ടോ? കേവലം ഗോവിന്ദൻ മാഷ ഭാര്യ മാത്രമല്ലല്ലോ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ, മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർപേഴ്സൺ അല്ലേ, CPM-ന്റെ ഉന്നത നേതാവല്ലേ, പോയില്ലേ? അപ്പൊ ഇവർ ആരോടൊപ്പം? ഇരയോടൊപ്പം ഓടുകയും നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും നിൽക്കുന്ന സമീപനല്ലേ? അത് തന്നെയാണ് ആ കുടുംബം പറയുന്നു. ഈ അന്വേഷണത്തിനകത്ത് പല ഘട്ടത്തിൽ പോലും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ ഇനി സാധ്യതയുണ്ട്. കണ്ണൂർ കലക്ടറേറ്റ്, ഞങ്ങളെല്ലാ ചർച്ചയിലും പറയുകയാണ്, കണ്ണൂർ കലക്ടറേറ്റിൽ ഇദ്ദേഹം അഴിമതിക്കാരനാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരി, ഓക്കെ, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തേ സംശയമുണ്ടോ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ? അപ്പൊ കലക്ടർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ അധികാര കേന്ദ്രം ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിനെ പ്രതിയാക്കുന്നതിന് വേണ്ടി അഴിമതിക്കാരനാക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രത്യേക രൂപത്തിൽ സംവിധാനം നടത്തുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ACP ആയാലും ഇവിടെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായാലും ഒക്കെ തന്നെ ഇവർ പറയുന്നതിനപ്പുറം നീങ്ങാൻ കൽപ്പുള്ളവരല്ല. അവർക്കൊക്കെ പാർട്ടിയുടെ തിട്ടൂരനുസരിച്ചല്ലാതെ ഒരു ഇന്ത്യ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ദിവ്യയെ സംരക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ദിവ്യ ഉണ്ടല്ലോ. ദിവ്യയില്ലേ? എങ്ങനെയാണ് വെച്ചത്? ദിവ്യയെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ടോ? MV ജയരാജന്റെ പ്രസംഗത്തിലെ ധ്വനി എന്താ ധ്വനി? ദിവ്യയെ സംരക്ഷിക്കുന്ന രൂപത്തിലല്ലേ ദിവ്യ പറഞ്ഞത്? കാര്യമുണ്ട് എന്നുള്ള രൂപത്തിലല്ലേ പറഞ്ഞത്? എന്നിട്ട് അവിടെ പറയും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു കുടുംബം, ഈ പാർട്ടി അറിയുന്നവർ, ഈ പാർട്ടിയെ കുറിച്ച് ധാരണയുള്ളവർ, അവർ വളരെ കൃത്യമായി ഞങ്ങളെക്കാളും മാധുവിനേക്കാളും ധാരണയുള്ളവരാ. നവീൻ ബാബുവിന്റെ കൂടെ അവർ ചെങ്കൊടി പിടിച്ചവരാ, ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാ. അവർക്കറിയാം ഈ പാർട്ടി ചതിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നുള്ളത് അവരുടെ കുടുംബത്തിന്, അവർക്ക് ഇപ്പോഴും അവർ അത് സംശയിക്കപ്പെടുന്നു. പലതരത്തിലും ഇത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മറ്റൊരു അന്വേഷണത്തിലേക്ക് അവർ പോകണമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. ഇപ്പൊ വന്ന കാര്യങ്ങൾ പോലും ഇപ്പൊ നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, അദ്ദേഹം ഇൻക്വസ്റ്റിനകത്ത് രക്തക്കറയുണ്ടായി. അതെന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല? അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, അതാണ് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. ദിവ്യയുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന്റെ വശം പറയാൻ CPM തയ്യാറല്ല എന്നുള്ളതാണ്. സർക്കാരിന്റെ വശം പറയാൻ, അന്വേഷണത്തിന്റെ കാര്യക്ഷമത ജനങ്ങളെയോ പാർട്ടി പ്രവർത്തകരെയോ ബോധിപ്പിക്കാനുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ CPM തയ്യാറല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ശരി, ശ്രീ VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ CBI ഈ അന്വേഷണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത, ഇപ്പോൾ സർക്കാർ ഇത് കാര്യക്ഷമമാണെന്ന് പറയുന്നു, അതിനപ്പുറത്തേക്ക് CBI അന്വേഷണത്തിന് കോടതിയിൽ നിന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ സർക്കാരിന് വീണ്ടും അപ്പീൽ പോകാം. അങ്ങനെ പോയിട്ടുള്ള ചരിത്രമുണ്ടല്ലോ. ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ അടക്കം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഈ ബന്ധുക്കൾ വന്ന സമയത്ത് സർക്കാർ അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട്. സമാനമായ സാഹചര്യം എവിടെയും ഉണ്ടാകാം. അല്ല, ഈ ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പരിപാടി എന്ന് പറയുന്നത് കോടതിയിൽ കേസ് നടത്തുക, തോൽക്കുക, വീണ്ടും അപ്പീൽ പോവുക, തോൽക്കുക എന്നുള്ളതാണല്ലോ. ഈ ഗവൺമെൻറ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ളൊരു വിഭാഗം അഭിഭാഷകരാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വക്കീൽമാരെ നല്ലോണം പൈസ കൊടുത്ത് സഹായിച്ചൊരു സർക്കാരാണിത്. അപ്പോൾ ഇവരതൊക്കെ ചെയ്യും. പക്ഷെ അതല്ല ഇവിടെ വിഷയം. ഇവിടെ ഒരു വിക്ടിം, നവീൻ ബാബു ഒരു വിക്ടിമാണ്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തികൾ റെലവൻ്റാണ്. അതിന് എന്താ പറയുക, അതിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നവീൻ ബാബു കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലും മറ്റു ജില്ലകളിലൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ADM ആയിട്ടുണ്ട്, തഹസിൽദാരായിട്ടുണ്ട്, പല ചുമതലകളും വഹിച്ചിട്ടുണ്ട്. അവിടങ്ങളിലുള്ള പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ, കാരണം ഇലക്ഷനിൽ ഇവർക്കൊക്കെ റോളുണ്ട്, തഹസിൽദാർക്കും ADM-നൊക്കെ, അവരൊക്കെ പറയുന്നത് ഇദ്ദേഹം വളരെ സത്യസന്ധനായ കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ്. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 25-30 വർഷത്തെ സർവീസ് ചരിത്രമുണ്ട് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരാരോപണം പോലും വന്നിട്ടില്ല. 2018 പ്രളയകാലത്ത് സുത്യർഹമായ സേവനം നടത്തിയ ഉദ്യോഗസ്ഥനാണ്.
അപ്പോൾ ഈ അദ്ദേഹത്തിന് എതിരെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഒരു CPM-കാരൻ, അതും സർക്കാർ ഓഫീസിൽ പണിയുള്ളൊരുത്തൻ പോയിട്ട് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ പോകുന്നു. അങ്ങനത്തെ അത് തന്നെ അഴിമതിയാണ്. അങ്ങനത്തെ ഒരു വിദ്വാൻ വന്നിട്ട് ഇയാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് വിഷമമുണ്ട്. കാരണം പൊതുസമൂഹം ഈ മനുഷ്യൻ ഇന്നലെ പൊട്ടിപ്പൊളച്ച മനുഷ്യനുണ്ടല്ലോ, പതിറ്റാണ്ടുകളുടെ സർവീസ് പാരമ്പര്യമുള്ള ചരിത്രമുള്ള മനുഷ്യനാണ്. നിരവധി ജില്ലകളിൽ ജോലി എടുത്തിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പൊതുജനങ്ങളും ബഹുജന പാർട്ടികളുടെ നേതാക്കന്മാരും നല്ല അഭിപ്രായം പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയാണ് അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് പറയാനുള്ള ചേതോവികാരം. കാരണം ഈ കേരള പോലീസ് ഇപ്പം ഒരുപാട് വിഷയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ കേൾക്കെ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഉണ്ട് എന്ന് പറഞ്ഞ മന്ത്രിക്കെതിരെ കേസെടുക്കാൻ, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ വിസമ്മതിച്ചത് ആ റിപ്പോർട്ട് കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പോലീസ് സംവിധാനം CPM-ൻ്റെ ഭരണത്തിൽ പാർട്ടി പറയുന്നതിൻ്റെ അപ്പുറം കേൾക്കാൻ ശേഷിയില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒരു പോലീസ് സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെന്ന് അവർ പറയുമ്പോൾ അതങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ എന്താണ്, ആരവിടെ തോൽക്കാൻ പോകുന്നത്? ഇവിടെ എന്തിനാ വാശി കാണിക്കുന്നത്? ഈ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇനിയിപ്പോൾ സുപ്രീം കോടതി പോകണോ? ഒരു കാര്യവുമില്ല. ഈ കേസിൽ ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ പോയാലും ഇതിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. സർക്കാരിന് കുറേ ലക്ഷങ്ങൾ പോകുമെന്നല്ലാതെ. അതുകൊണ്ട് അനാവശ്യമായ ദുർവാശി, ദുരഭിമാനവും ദുർവാശിയും ഒഴിവാക്കി ഇത് ഇപ്പം അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അത് ഈ പൊതുസമൂഹത്തെ, നമ്മുടെ പൊതു അന്തരീക്ഷത്തെ കലുഷിതമാക്കാതെ എത്രയും പെട്ടെന്ന് CBI അന്വേഷണം, അവരും സാധാരണഗതിയിൽ CBI-ക്കാർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അവരിപ്പോഴാണ് പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തോളാം കോടതി പറയുകയാണെങ്കിൽ. ആ ഒരു സാഹചര്യത്തിൽ സാധാരണ ഏൽക്കാത്തതിൽ ഇത്തവണ ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും CPM-ന്റെ പ്രതിരോധം. അല്ല, CPM അല്ലേ അതൊന്നും തീരുമാനിക്കേണ്ടത്, കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കാരണം ഇവിടെ കൊല ചെയ്യപ്പെട്ടത് ആരാ? ഒരു ജില്ലാ ഉദ്യോഗസ്ഥനാ. ജില്ലാ കലക്ടർ കഴിഞ്ഞാൽ അടുത്ത ഉദ്യോഗസ്ഥനാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഗൗരവമുണ്ട്. കാരണം അത് ആ കസാലയിൽ ഇരുന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികളിൽ പെട്ടിട്ടാണ് ആ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ മുകളിൽ ഒരു ചോദ്യചിഹ്നം ഇതാ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള ചോദ്യചിഹ്നം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജസ്റ്റിസ് നേരത്തെ പറഞ്ഞതുപോലെ നീതി നടപ്പിലാക്കിയാൽ പോരാ, നീതി നടപ്പിലാക്കുന്നു തോന്നിക്കും വിധത്തിൽ ചെയ്താൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് ചെയ്യാനുള്ള സൽബുദ്ധി ഈ സർക്കാരിന് ഈ വൈകിയ വേളയിലെങ്കിലും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, അങ്ങനെ ആരെയും ബോധിപ്പിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ കൂടി ഉണ്ടാകുമോ ഇതിന് പിന്നിൽ? സാധാരണഗതിയിൽ ഒരു പാർട്ടി കുടുംബമാണ്, ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഉണ്ടാകില്ല എന്നൊരു അമിത ആത്മവിശ്വാസം ഇതിലുണ്ടായിട്ടുണ്ടോ? പത്തനംതിട്ട ജില്ലാ ഘടകമൊക്കെ വലിയ ശക്തമായി ആ കുടുംബത്തിനൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായി കലഹിക്കുകയും വരെ ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ. ഇതിലിനി കോടതിയിൽ നിന്ന് CBI അന്വേഷണം എന്നുള്ളൊരു തീരുമാനം വന്നാൽ സർക്കാർ അതിനെയും എതിർക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കോടതിയിൽ നിന്ന് CBI അന്വേഷണം വന്നാൽ പിന്നീട് അപ്പീൽ പോവുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം പൊതുവികാരം ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിന് എതിരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പത്തനംതിട്ട ജില്ലാ ഘടകം ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നാൽ അതിൽ പ്രതിഷേധം ഒന്നും രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനം വരുന്നതിന് ഒരു ദിവസം മുന്നോടിയായിട്ട് സംസ്ഥാന സെക്രട്ടറി CBI അന്വേഷണത്തിനെതിരാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പ്രഖ്യാപിച്ചത്. അത് അവിടെയുള്ള ബാക്കി പാർട്ടി സഹാക്കളുടെ എല്ലാം വായി മൂടിക്കെട്ടാൻ വേണ്ടി മുൻകൂർ ചെയ്ത പരിപാടിയാണ്. നമ്മൾ ഈ വിഷയം പരിഗണിക്കുമ്പം നമ്മൾ 2021 തോന്നുന്നു സോളാർ കേസോ മറ്റോ CBI-ക്ക് വിട്ടുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ബൈറ്റുണ്ട്. എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങളതൊന്ന് കേൾപ്പിക്കണമെന്നാണ്. അല്ല, അദ്ദേഹം അന്ന് പറഞ്ഞത് ഇവിടുത്തെ അന്വേഷണം ഇരയുടെ ആവശ്യമാണ്, അവർക്ക് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഇരയുടെ ആവശ്യം പരിഗണിച്ച് ഞാനതിൽ തീരുമാനമെടുത്തിരിക്കുന്നു CBI അന്വേഷണത്തിന് എന്നുള്ളതാണ് മുഖ്യമന്ത്രി എടുത്ത തീരുമാനം. അതെ, അപ്പോൾ ഇവിടുത്തെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് ഭരണകൂടത്തിന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഇരയുടെ ആവശ്യം അങ്ങനെ ആയതുകൊണ്ട് ഞാനത് അനുവദിച്ചു കൊടുക്കുന്നു എന്നോ അതല്ലാതെ വേറെ ഗത്യന്തരമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം വെച്ചിട്ട് ഈ കേസ്
അദ്ദേഹം എന്തുകൊണ്ടാണ് CBIക്ക് വിടുന്നതിനെതിരെ നിൽക്കുന്നത്? ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. ഇവിടെ മരണപ്പെട്ട ഒരാൾ, നമ്മൾ ഇത് വാദത്തിന് വേണ്ടി ഇത് ആത്മഹത്യയാണെന്ന് തന്നെ വെക്കുക. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന ആൾക്ക് ആകെപ്പാടെയുള്ള ന്യായം അഴിമതിക്കെതിരായിട്ടുള്ള സതുദ്ദേശപരമായ നീക്കമാണ് അവർ നടത്തിയത് എന്നുള്ളത് മാത്രമാണ്. അവരുടെ മാത്രം പൊസിഷൻ അല്ല അത്, പാർട്ടി കണ്ണൂർ ഘടകത്തിൻ്റെയും പൊസിഷൻ അതാണ്. അപ്പോൾ ഈ CPM-ൽ ഇങ്ങനെ നമ്മൾ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. അതും പോകട്ടെ. ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശാന്തന് പല ഒപ്പുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രശാന്തൻ്റെ ഒരു ഒപ്പിടുന്നത് പ്രശാന്തനല്ല, തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടാണ് ആ ഒപ്പിടുന്നത്. ആ ഒപ്പിട്ടത് പാർട്ടിയുടെ പ്രധാന കേന്ദ്രത്തിലാണെന്ന് ഒരു പ്രധാനപ്പെട്ട പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതുവരെ ഒരു വികാരപ്രകടനവും അതിനെതിരായിട്ട് നമ്മൾ കണ്ടില്ല. ഇങ്ങനെയല്ല സാധാരണ വാർത്ത വന്നാൽ അതിനോട് പ്രതികരിക്കുക. മാതൃഭൂമിയിൽ വാർത്ത വന്നു, ഒരു പ്രതികരണവും കണ്ടില്ല. എന്ന് മാത്രമല്ല, ഇത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്, വാട്സപ്പിൽ അയച്ച ഈ മെസ്സേജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുടെ അടുത്താണ്. പ്രശാന്തൻ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് KK രാഗേഷിനാണ് ഇത് കിട്ടിയതെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോണിലുണ്ടല്ലോ ഇത് ആരാ അയച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഏതാണ് ഈ പ്രശാന്തൻ, രണ്ടാം പ്രശാന്തൻ ഏതാണെന്ന് നമുക്കറിയാമല്ലോ. ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അവിടെ നടന്ന ഒരു പ്രസംഗത്തിൽ മാത്രം. എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞാനൊരു ഇടവേള എടുത്തിട്ട് വരാം അങ്ങേലേക്ക് തന്നെ. ശ്രീ ജോസഫ് സി മാത്യു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PP ദിവ്യയുടെ, കളക്ടറുടെ, പ്രശാന്തന്റെ ഒക്കെ ഫോൺ വിവരങ്ങൾ അത് ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ തടസ്സമാകും എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, മാതൃഭൂമിയുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ടർ ഫെലിക്സ് എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫോൺ ദിവസങ്ങളാണ് പിടിച്ചു വെച്ചത്. സ്വകാര്യത എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമുള്ളതാണോ? അത് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും ഫോൺ കോളിനുള്ള സ്വകാര്യത ഉണ്ടല്ലോ. അന്നത്തെ ആ വിഷയത്തിൽ ഈ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോവാണ് ഇത്, എന്നിട്ട് കൈവശം വെക്കുകയാണ്. ഇത് ഇവിടെ ഉള്ള എല്ലാവരുടെയും കാര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്ന നയസമീപനം ഇത് തന്നെയാണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടിച്ചിട്ട് പോയ ഒരു വാഹനം കണ്ടുപിടിച്ച കാര്യം നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വാഹനം കണ്ടെത്തി, നല്ല കാര്യം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പോലീസ് പറയുന്നത് 50,000-ലധികം വാഹനങ്ങളും 19,000-ലധികം ഫോൺ കോളുകളും സെർച്ച് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ പ്രതിയല്ലാത്ത ഏതാണ്ട് 19,000-ഓളം പേരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചിട്ടാണ് പോലീസ് ഇതിൽ കണ്ടെത്തുന്നത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ PV അൻവർ പറഞ്ഞത് കഥയൊന്നുമല്ല. ഇത് ഏത് വകുപ്പിലാണ് ഈ അന്വേഷിക്കുന്നത്? കണ്ടെത്താനുള്ള ശ്രമത്തെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അന്ന് ആ പരിസരത്തൂടെ പോയ എല്ലാവരുടെയും ഫോൺ കോളുകൾ ഇവർ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ വിഷയത്തിൽ മാത്രം പരിശോധിക്കാൻ വയ്യാത്തത്? മാധു, ഇതിനെ CBI അന്വേഷണത്തെ എതിർക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ദിവ്യ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ പരിശോധനയൊക്കെ വെച്ച് അത് വളരെ റെയർലി ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് അന്വേഷിച്ചാൽ അഴിമതിയുടെ വലിയൊരു കഥ പുറത്തു വരും. ഈ പമ്പിൻ്റെ പുറകിലുള്ള അഴിമതി, ആരാണ് അവിടുത്തെ പള്ളി അധികാരികളെ സമീപിച്ചത് പ്രശാന്തന് വേണ്ടി എന്നുള്ളതിൻ്റെ അഴിമതി, പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ, ഇതിലിടപെട്ടവരുടെ കാര്യങ്ങൾ, ഈ കത്തയച്ചവർ, അവരുടെ ഇതിലെ താല്പര്യം, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ഇതിലുള്ള അസഹിഷ്ണുതയാണ് CPM-നെ ഇതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ CPM-ന് ഈ മാസ് പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഈ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം അറിയാം, ഈ വിഷയത്തിൽ CBI അന്വേഷണത്തെ എതിർക്കുന്ന ഒരു പൊസിഷൻ എടുത്താൽ അത് ജനങ്ങളുടെ മുന്നിൽ അത് സംശയത്തിനിടയാക്കുമെന്നും അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണെന്നും ഇവർക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ഇവർ ഒരു കാരണവശാലും ഇതിനെ എതിർക്കില്ല. ഇവരിതിനെ എതിർക്കുകയും കോടതിയിൽ എതിർക്കുക വഴി ഇവർ വിളിച്ചു പറയുന്നത് ഈ അഴിമതിയിൽ ഞങ്ങൾക്ക് പങ്കുണ്ട്, ഞങ്ങൾക്ക് തള്ളിപ്പറയാനാകാത്തവർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ്. ഇത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് CBI അന്വേഷിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹവുമുണ്ട്. സത്യത്തിൽ ഇത് ആത്മഹത്യയാണെങ്കിൽ അതിൻ്റെ പ്രേരണയിൽ ഇവർ ശിക്ഷിക്കപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷെ എങ്ങനെയാണ് ഇവിടുത്തെ ഭരണനിർവഹണം നടക്കുന്നത്, അതിൻ്റെ പേരിൽ ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ബലിയാടാക്കപ്പെടുന്നത്? നവീൻ ബാബുവിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അദ്ദേഹം ഈ പമ്പിന് NOC കൊടുക്കാൻ പാടില്ലായിരുന്നു. ആർക്കറിയാൻ വയ്യാത്തെ? എന്തിനാ ടൗൺ പ്ലാനറിനോട് അഭിപ്രായം ചോദിക്കുന്നത്? ടൗൺ പ്ലാനറിനോട് ചോദിക്കുന്ന ഭാവിയിൽ ആ വളവ് നൂർക്കപ്പെടുമോ എന്നറിയാനാണ്.
ഭാവിയിൽ ആ വളവ് നൂർക്കപ്പെടുമെങ്കിൽ അതിന് NOC കൊടുക്കാമോ? ഇന്നുണ്ടാകുന്ന അപകടങ്ങൾക്ക് അത് തടസ്സമാകുമോ? അപ്പോൾ അദ്ദേഹം ഈ സമ്മർദ്ദം സഹിക്കവയ്യാതെ അദ്ദേഹം ചെയ്യാവുന്നതിൻ്റെ അപ്പുറം പരിധി കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തു. പക്ഷെ പറഞ്ഞപ്പോൾ മുൻപിൻ നോക്കാതെ ഇത് ചെയ്തില്ലെങ്കിൽ താൻ അവഹേളിക്കപ്പെടും എന്ന് നവീൻ ബാബുവിനോടും അവിടെ കൂടിയിരിക്കുന്ന സദസ്സിനോടും പറയാനുള്ള അധികാരവും അവിടെ കണ്ടത്. പക്ഷെ അതിൻ്റെ പിറകിൽ, ദിവ്യയെ കൊണ്ട് പറയിപ്പിച്ചതിൻ്റെ പിറകിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പമ്പിൻ്റെ ചിക്കിലിയോ ഇതോ മാത്രമൊന്നുമല്ല. ഇത് ഇവിടുത്തെ ഭരണം നടക്കുന്ന ഒരു രീതിയാണ്. ആ രീതി അനാവരണം ചെയ്യപ്പെടുകയും പുറത്തു വരികയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരെ അപമാനിക്കപ്പെടും. എല്ലാവരും ആത്മഹത്യ ചെയ്തോളണം എന്നില്ല. ഒരുപാട് പേർ അപമാനിക്കപ്പെട്ട് സത്യസന്ധമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു ആവശ്യവും കൂടിയാണ് ഈ അന്വേഷണം യഥാർത്ഥത്തിൽ CBIക്ക് വിടേണ്ടത്. ശരി, CBI അന്വേഷണത്തെ സർക്കാർ എന്തായാലും കോടതിയിൽ എതിർത്തിരിക്കുകയാണ്. കോടതിയിൽ നിന്നൊരു തീരുമാനം വരേണ്ടതുണ്ട്. കോടതിയിൽ നിന്ന് CBI അന്വേഷണത്തിന് അനുകൂലമായ നിലപാട് വരികയാണെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ ഹയർകോർട്ടിലേക്ക് പോകാം, സർക്കാരിന് വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകാം. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് ജനം കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പരിഗണനയ്ക്ക് എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് അവനവന് തീരുമാനിക്കാവുന്നതാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.